8051 ടൈമർ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ തന്നെ കൗണ്ടർ പ്രോഗ്രാമിംഗ്. അപ്പൊ ടൈമർ ബാർ കൗണ്ടർ എന്ന് പറയുന്നത് വി ഹാവ് ടു, ടൈമർ 0, ടൈമർ 1. അപ്പൊ കൗണ്ടർ പ്രോഗ്രാമിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ടൈമർ പ്രോഗ്രാമിംഗ് ടൈം ഡിലേ ആണ് ജനറേറ്റ് ചെയ്തത് മെയിൻലി. അതെന്ന് വെച്ചാൽ ക്ലോക്ക് ഫ്രീക്വൻസി, അത് ക്ലോക്ക് ഫ്രീക്വൻസിയുടെ ബേസ്ഡ് ആയിട്ടായിരുന്നു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൗണ്ടർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പിൻസ് ഉണ്ട്, T0 T1 എന്ന് പറയുന്ന രണ്ട് പിൻസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. പോർട്ട് 3യുടെ മൾട്ടിപ്ലക്സ്ഡ് പിൻസിലെ രണ്ട് പിൻസ് ആണ് T0യും T1ഉം. ആ പിൻസിൽ കണക്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ സിഗ്നൽ അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, പുറത്തുനിന്ന് വരുന്ന സിഗ്നൽ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ നമ്മൾ ടിമോഡ് രജിസ്റ്ററും ടൈമർ രജിസ്റ്ററും ഒക്കെ ഇവിടെ ഉപയോഗിക്കും. വ്യത്യാസം വരുന്നത് ഏതാണ് സോഴ്സ് ഫ്രീക്വൻസിയുടെ സോഴ്സ്. ഇന്റേണൽ ആയിട്ടുള്ള ക്ലോക്ക് ഫ്രീക്വൻസി ആണെങ്കിൽ ടൈമർ ഓപ്പറേഷനും, പുറത്തുനിന്ന് വരുന്നതാണ് ഫ്രീക്വൻസി എങ്കിൽ കൗണ്ടർ ഓപ്പറേഷനും. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് ടിമോഡ് രജിസ്റ്ററിൽ C⁻T ബിറ്റ് ഉണ്ട്. അപ്പൊ അത് C⁻T1 ആണെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ, 0 ആണെങ്കിൽ ടൈമർ ഓപ്പറേഷൻ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ പിൻ, പോർട്ട് 3യുടെ രണ്ട് പിൻസ് D4 പിന്നും പോർട്ട് 3യിലെ D4ഉം D5 പിൻസ്, അതാണ് P3.4 P3.5 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ IC 8051 IC എടുത്ത പിൻസ് 14 and 15. 14 എന്ന് പറഞ്ഞാൽ T0, 15 എന്ന് പറയുന്നത് T1. അതായത് രണ്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ടൈമർ ബാർ കൗണ്ടർ 0യും 1ഉം. T0 എന്ന് വെച്ചാൽ ടൈമർ ബാർ കൗണ്ടർ 0, ടൈമർ ബാർ കൗണ്ടർ 1. രണ്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ T0യിൽ ഒരു ഇൻപുട്ട് എക്സ്റ്റേണൽ ഇൻപുട്ട് കണക്ട് ചെയ്ത് അതിന്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടൈമർ നമ്മുടെ കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ C⁻T എന്നുള്ള ബിറ്റ് 1 ആകുമ്പോഴാണ് നമ്മൾ കൗണ്ടർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ, അസ്യൂമിങ് ദാറ്റ് ദ ക്ലോക്ക് പൾസസ് ആർ ഫെഡ് ഇൻടു പിൻ T1. നമ്മുടെ 8051 ICയിലെ T1 പിൻ എന്ന് പറയുന്നത് P3.5, അത് പോർട്ട് 3യുടെ D5 പിന്നാണ് T1 എന്ന് പറയുന്നത് T1. അപ്പൊ അവിടേക്ക് ഒരു ക്ലോക്ക് പൾസസ്, ഒരു പൾസ്, ക്ലോക്ക് പൾസസ് ആർ ഫെഡ് ഇൻടു പിൻ T1. T1 എന്നുള്ള പിന്നെ ടൈമർ രജിസ്റ്റർ 1 അല്ല, T1 എന്നുള്ള പിന്നുണ്ട്. ആ പിൻ എന്ന് പറയുന്നത് 3.5 എന്നുള്ള പോർട്ട് പിൻ. Assuming that the clock pulses are fed into pin T1, write a program for counter 1 in mode 2. Counter 1 എന്ന് പറയുന്നതാണ് ടൈമർ 1. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പൾസ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ടൈമർ എന്ന് പറയത്തില്ല, കൗണ്ടർ എന്നേ പറയത്തുള്ളൂ. അത് നമ്മുടെ ആ ടൈമർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റേണൽ ക്ലോക്ക് പൾസ് വെച്ചിട്ടാണെങ്കിൽ അതിനെ ടൈമർ എന്ന് പറയും. എക്സ്റ്റേണൽ ആയിട്ടുള്ള പൾസ് കൗണ്ട് ചെയ്യുകയാണ് യൂസ് എങ്കിൽ അതിനെ കൗണ്ടർ എന്ന് പറയും. അപ്പൊ assuming that clock pulses are fed into pin T1, write a program for counter 1 in mode 2 to count the pulses. ഈ പൾസ് കൗണ്ട് ചെയ്യണം. ഇത് ഫീഡ് ചെയ്യുന്ന ഇൻപുട്ട് വരുന്ന പൾസസ്, എവിടെ ഇൻപുട്ട് വരുന്ന 3.5 എന്നുള്ള പിന്നിൽ ഇൻപുട്ട് വരുന്ന പൾസസിനെ കൗണ്ട് ചെയ്യുക. ആൻഡ് ഡിസ്പ്ലേ ദ സ്റ്റേറ്റ് ഓഫ് ദ TL1 കൗണ്ട് ഓൺ P2. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കൗണ്ട് പോർട്ട് 2ല് P2ല് ഡിസ്പ്ലേ ചെയ്യണം. എവിടെ നിന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? TL1 എന്നുള്ള രജിസ്റ്റർ. ഓക്കെ, നോക്കിയേ, നമ്മൾ മോഡ് 2ല് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മോഡ് 2 എന്ന് പറയുന്നത് ഏത് മോഡാ? 8 ബിറ്റ് ഓട്ടോ റീലോഡ് മോഡാണ്. അപ്പം ഓരോ നേരം ഞാൻ പറഞ്ഞായിരുന്നു 8 ബിറ്റ് ഓട്ടോ റീലോഡ് മോഡ് അല്ലെങ്കിൽ മോഡ് 2ല് TH1ലേക്കാണ് നമ്മൾ കൗണ്ട് കൊടുക്കുന്നത്. അത് TL1ലേക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ട് അത് പിന്നെ ഇൻക്രിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര പൾസ് വന്നോ അത് എവിടെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? TL1ലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം TL1 എന്നുള്ള രജിസ്റ്റർ ആണ് ഇൻക്രിമെന്റ് ആയി പോകുന്നത്. അങ്ങനെ ഇൻക്രിമെന്റ് ആയി നമുക്ക് എന്ത് വേണം? നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു പൾസ് P3.5ല് ഫീഡ് ചെയ്യുന്നു. കൗണ്ടർ 1 നമ്മൾ മോഡ് 2ൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് വേണം? എത്ര പൾസ് വന്നു അത് എവിടെ കാണും? TL1 എന്നുള്ള രജിസ്റ്ററിൽ കാണും. അത് പോർട്ട് 2ല് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അസ്യൂമിങ് ദാറ്റ് ക്ലോക്ക് പൾസസ് ആർ ഫെഡ് ഇൻടു പിൻ T1 എന്ന് വെച്ചാൽ P3.5 എന്നുള്ളതാണ് പിൻ T1. ആൻഡ് റൈറ്റ് എ പ്രോഗ്രാം ഫോർ കൗണ്ടർ 1 ഇൻ മോഡ് 2 ടു കൗണ്ട് ദ പൾസസ്. ആ പിന്നെ വരുന്ന പൾസസ് കൗണ്ട് ചെയ്യുക. And display the state of the TL1 count on P2. പോർട്ട് 2ൽ ഡിസ്പ്ലേ ചെയ്യാം. which connects to 8 LEDs. പോർട്ട് 2ലേക്ക് നമ്മൾ 8 LED ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ കാണാനായിട്ട്, എന്താണ് കൗണ്ട് എന്ന് കാണാനായിട്ട് പോർട്ട് 2ൽ നമ്മൾ 8 LED കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റർ ഓഫ് ഫാക്ട് അല്ല, നമുക്ക് വേണ്ടത് ആ കൗണ്ട് പോർട്ട് 2ൽ കാണണം. അപ്പൊ ആദ്യമേ നമുക്ക് നേരത്തെ ടൈമർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് വേണ്ടത് അവിടെ എന്തായിരുന്നു? ആദ്യം T-മോഡ് രജിസ്റ്റർ, പിന്നെ TL1. ഇപ്പം കൗണ്ടർ 1 ആയതുകൊണ്ട് TL1 TH1 എഴുതണം. പക്ഷെ ഇവിടെ മോഡ് 2 ആയതുകൊണ്ട് ഏത് മാത്രം മതി? TH1 മാത്രം മതി. കാരണം
8 ബിറ്റ് മാത്രമല്ല, 8 ബിറ്റ് മോഡാണ്. അത് നമ്മൾ എപ്പോഴും ലോഡ് ചെയ്യുന്നത് TH1ലേക്കാണ്. അപ്പൊ നമുക്കിവിടെ മോഡ് രജിസ്റ്റർ എഴുതുമ്പം നമുക്കിവിടെ മോഡ് രജിസ്റ്റർ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ടി മോഡ് രജിസ്റ്റർ എഴുതുമ്പോൾ എങ്ങനെ വരും? ഹയർ ഓർഡർ, ലോവർ ഓർഡർ. നമുക്ക് വേണ്ടത് കൗണ്ട് ടൈമർ അല്ലെങ്കിൽ 1 ആണ്. കൗണ്ട് ഇത് ടൈമർ 1, ഇത് ടൈമർ 0. ഇത് 1 ആണ്. നമുക്ക് വേണ്ടത് കൗണ്ടർ 1 ആയത് കാരണം ഇവിടെ 4 ബിറ്റും 0 വരും. ഇവിടെ മോഡ് 2 അല്ലേ, അപ്പൊ 0 0 1 0. ഇവിടെ 0 അല്ല, ഇത് ഈ ബിറ്റ് ഏതാ? സി ബാർ ടി ബിറ്റ് ആണ്. ഇവിടെ 1 വരും. 0 1 1 0. ഈ 1 0 എന്ന് എന്തുകൊണ്ടാണ്? മോഡ് 2 ആയതുകൊണ്ട്. ഇത് സി ബാർ ടി ബിറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും കൺട്രോൾ വേർഡ് വരുന്നത്? 60H. ഇതായിരിക്കും കൺട്രോൾ വേർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കിയാൽ മൂവ് ടി മോഡ് കോമ ഈ ബൈനറി ആയിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ്. 0 1 1 0 0 0 0 0 ബി ബൈനറി ആയിട്ട്. അപ്പൊ ടി മോഡ് നമ്മൾ സെറ്റ് ചെയ്തു, മോഡ് സെറ്റ് ചെയ്തു. കൗണ്ടർ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മോഡ് 2ലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടൈമർ 1. അത്രയും കാര്യം നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓർത്തിരിക്കുക, കൗണ്ടർ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടൈമർ രജിസ്റ്ററിലേക്ക് എപ്പോഴും 0 തന്നെയാണ് ഇനിഷ്യൽ ലോഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് എന്താ നമ്മുടെ അൾട്ടിമേറ്റ് എയിം? ഒരു പിന്നിൽ വരുന്ന പൾസസ് കൗണ്ട് ചെയ്യാനാണ്. 0ന് കൂടിയാൽ ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് 5 പൾസസ് വന്നിട്ടുണ്ടെങ്കിൽ 0 1 ആയി, 1 2 ആയി, 2 3 ആയി, 3 4 ആയി, 4 5 ആയി. 5 പൾസാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസ് വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ കൗണ്ടിൽ നിന്ന് നമുക്ക് ഇൻഫറൻസിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യമേ ലോഡ് ചെയ്യേണ്ട ടൈമർ രജിസ്റ്ററിൽ ലോഡ് ചെയ്യേണ്ട എന്ത് വാല്യൂ ആയിരിക്കണം? 0 തന്നെ ആയിരിക്കണം. കാരണം ഇടയ്ക്കുള്ള 23 എന്നുള്ള വാല്യൂ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 23 എന്നായിരിക്കും അത് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ലാസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ വാല്യൂ 28 ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പൾസ് എന്ന് പറയാൻ പറ്റും? 5 എന്നുള്ള ഡിഫറൻസ് എടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ആവശ്യമില്ല ഇഫ് യു ലോഡ് ദ ടൈമർ രജിസ്റ്റർ വിത്ത് 0. അതുകൊണ്ട് ആദ്യം തന്നെ 0 ലോഡ് ചെയ്യുക. അപ്പൊ അതിന് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. മൂവ് TH1, #0. TL നമ്മൾ ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോഡ് 2 ഓപ്പറേഷനിൽ നമ്മൾ TH മാത്രമേ ലോഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇൻപുട്ട് വരേണ്ടത് ഈ പിന്ന് T1ലല്ലേ. T1 എന്ന് പറഞ്ഞാൽ ഏത് പിന്ന? 3.5 എന്നുള്ള പിന്ന്. അപ്പൊ അതിന് ഇൻപുട്ട് പിന്നായിട്ട് നമുക്ക് ആക്കണം. അതിന് വേണ്ടി സെറ്റ് ബി P3.5 അതിന് ഇൻപുട്ട് പിന്നായിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ടൈമർ അല്ലെങ്കിൽ കൗണ്ടറിനെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ പൾസസിനെ റിസീവ് ചെയ്ത് കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് സെറ്റ് ബി TR1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ TL1 ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. ഓരോ പൾസ് വരുമ്പോൾ മാത്രം, പുറത്തുനിന്ന് ഓരോ പൾസ് വരുമ്പോഴും TL1 കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ TL1 എന്ന് പറയുന്ന 8 ബിറ്റ് രജിസ്റ്റർ അതിലെ കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് മാറ്റി, പിന്നെ അക്യുമുലേറ്ററിലെ വാല്യൂ P2ലേക്ക് മാറ്റി. കാരണം നമുക്ക് ഫൈനൽ റിസൾട്ട് വേണ്ടത് എവിടെയാണ്? P2 എന്നുള്ള പോർട്ടിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡയറക്റ്റ് TL1 നിന്ന് അക്യുമുലേറ്ററിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അക്യുമുലേറ്ററിലേക്ക് മാറ്റിയിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് P2ലേക്ക് മാറ്റി. എന്നിട്ട് അത് ഓരോ സമയം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓവർഫ്ലോ സംഭവിച്ചോ ഇല്ലയോ എന്ന്. JNB TF1, ബാക്ക്. ഓവർഫ്ലോ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും ബാക്കിൽ പോയി അടുത്ത ഡേറ്റ എടുക്കുക. TL1 അക്യുമുലേറ്ററിലോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് TL1ന്റെ സ്റ്റാറ്റസ് എങ്ങോട്ടേക്ക് കൊണ്ടുവരിക? P2ലേക്ക് കൊണ്ടുവരിക. എപ്പം ഓവർഫ്ലോ സംഭവിച്ചോ അന്നേരം താഴോട്ട് ചാടി ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യുക, ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യുക, പിന്നെയും ജമ്പ് ചെയ്യുക. എങ്ങോട്ട്? എഗെയിൻ എന്നുള്ള പോസ്റ്റിലേക്ക്. എഗെയിനിലോട്ട് ജമ്പ് ചെയ്ത് എന്ത് സംഭവിക്കും? പിന്നെയും ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഈ പ്രോഗ്രാം. അപ്പൊ നമുക്ക് എവിടെ കിട്ടി? TL1ന്റെ സ്റ്റാറ്റസ് പോർട്ട് 2ൽ കിട്ടി. അപ്പൊ കൗണ്ടർ പ്രോഗ്രാമിംഗും ടൈമർ പ്രോഗ്രാമിംഗും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നോക്കി നേരത്തെ അതേ ഇൻസ്ട്രക്ഷൻസ്, സെറ്റ് ബി JNB ക്ലിയർ TR1 ക്ലിയർ TF1 അതേ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ലോജിക് മാറി. TL1ൽ ഇൻക്രിമെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പുറത്തുനിന്ന് വരുന്ന ഒരു ക്ലോക്ക് പൾസിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും അത് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. പിന്നെ സെറ്റ് ബി P3.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈമറിന്റെ ഓപ്പറേഷനായിട്ട് യാതൊരു റിലേഷനും ഇല്ല. P3.5 എന്നുള്ള പിന്നിനെ ഒരു ഇൻപുട്ട് പിന്നാക്കി മാറ്റാനായിട്ടാണ് ആ പിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കൗണ്ടർ പ്രോഗ്രാമിംഗ് 2 മോഡ് ഉണ്ടല്ലോ. നമ്മൾ മോഡ് 1 മോഡ് 2 മാത്രമല്ല, ഇറ്റ് ഈസ് മാറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ടു അസ്. അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. മോഡ് 1 എന്ന് പറയുന്നതാണ് 16 ബിറ്റ് മോഡ്. മോഡ് 2 എന്ന് പറയുന്നത് 8 ബിറ്റ് മോഡ് വിത്ത് ഓട്ടോ റീലോഡ്. ഈ 2 മോഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. മോഡ് 1 16 ബിറ്റ് മോഡും മോഡ് 2 8 ബിറ്റ് മോഡ് വിത്ത് ഓട്ടോ റീലോഡും. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ടൈമർ വിത്ത് എക്സ്റ്റേണൽ ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ? ടൈമർ ആണ്, പക്ഷെ അത് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇൻപുട്ട് എവിടെ നിന്ന് വരണം?
ക്ലോക്ക് ഫ്രീക്വൻസി എവിടെ നിന്ന് വരണം? പുറത്തുനിന്ന് വരണം. അതാണ് ടൈമർ വിത്ത് എക്സ്റ്റേണൽ ഇൻപുട്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ, ടൈമർ വിത്ത് എക്സ്റ്റേണൽ ഇൻപുട്ട്. അന്നേരം സി ബാർ ടിയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ എക്സ്റ്റേണൽ ഇൻപുട്ട് പിൻ എന്ന് പറയുന്നത് P3.4 അല്ലെങ്കിൽ P3.5 രണ്ടിടത്തും അങ്ങനെയാണ് പൾസ് വരുന്നത്. പൾസ് നമ്മുടെ ഇന്റേണൽ ക്ലോക്കിൽ നിന്നല്ല വരുന്നത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള പിന്ന് P3.4 അല്ലെങ്കിൽ P3.5ലാണ് പൾസ് വരുന്നത്. അതിന്റെ കൂടെ സ്റ്റാർട്ട് ടൈമർ എന്നുള്ള TR എന്നുള്ള സിഗ്നൽ കിട്ടുമ്പം മോഡ് 1 ആണെങ്കിൽ ഒരു 16 ബിറ്റ് കൗണ്ട് ആയിരിക്കും. അത് കൂടി വരും. ഈ പൾസും ഈ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് പൾസും കൂടെ വരുമ്പോൾ ഇത് കൂടി ഓവർഫ്ലോ എപ്പോൾ ആകുന്നു ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ മോഡ് 2ലേക്ക് വരുമ്പോഴോ എപ്പോൾ സ്റ്റാർട്ട് ബിറ്റ് വരുന്നു, പിന്നെ എപ്പോൾ ഈ പൾസ് വരുന്നു, അന്നേരം THലെ വാല്യൂ നമ്മൾ ലോഡ് ചെയ്യുന്നത് THലായിരിക്കും. അതെടുത്ത് TL-ലേക്ക് മാറ്റി TL-ന്റെ വാല്യൂ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്ത് എപ്പം ഓവർഫ്ലോ സംഭവിക്കുന്നു, അതായത് FF-ന് 00ലേക്ക് പോകുന്നു, അന്നേരം ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. സെറ്റ് ആകുമ്പോൾ അത് എന്ത് ചെയ്യും? റീലോഡ് ചെയ്യും. THലെ വാല്യൂ, THലിരിക്കുന്ന ഒറിജിനൽ കൗണ്ട് TL-ലേക്ക് റീലോഡ് ചെയ്യപ്പെടും. അപ്പൊ ശരിക്കും ഈ പോർഷൻ എന്ന് പറയുന്നത് സിമിലർ തന്നെയാണ് ടൈമറിന്റെ കേസ് പോലെ തന്നെ. പക്ഷെ വ്യത്യാസം വരുന്നത് എവിടെയാണ്? എന്താണ് ക്ലോക്ക് പൾസിന്റെ സോഴ്സ്? നേരത്തെ ആണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 അതായിരുന്നു ഫ്രീക്വൻസി ഓഫ് ദ ടൈമർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണോ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന പിന്നിന്റെ ഫ്രീക്വൻസി, ആ കണക്ട് ചെയ്യുന്ന സിഗ്നൽ അതിന്റെ ഫ്രീക്വൻസി ബേസ് ആയിരിക്കും കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. It has nothing to do with the internal clock frequency. Okay, ഈ ഫിഗറിൽ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ടൈമർ ഓപ്പറേഷന് C bar T equal to 0 ആ ഓപ്പറേഷന് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12. ബട്ട് C bar T is equal to 1 എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് കൗണ്ടർ ഓപ്പറേഷൻ. ആ സമയത്ത് എവിടെയായിരിക്കും പൾസ് വരുന്നത്? TX പിൻ എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ T1 അല്ലെങ്കിൽ T0. അതിനാണ് TX എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പിൻ എന്ന് പറയുന്നത് ഏതാ പിന്ന്? 3.4 അല്ലെങ്കിൽ പിൻ P3.5. 3.4 അല്ലെങ്കിൽ 3.5 എന്നുള്ള പിന്നിലായിരിക്കും നമ്മുടെ പൾസ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ടൈമർ ഓപ്പറേഷൻ, ഇതെന്ന് പറയുന്നത് കൗണ്ടർ ഓപ്പറേഷൻ. അപ്പൊ ടൈമർ ഓപ്പറേഷനിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 അതായിരിക്കും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. പിന്നെ C bar T is equal to 1 അതായത് കൗണ്ടർ ഓപ്പറേഷൻ. കൗണ്ടർ ഓപ്പറേഷനിൽ നമ്മുടെ പൾസ് വരുന്ന എവിടെയായിരിക്കും? ആ പിൻ 3.4 അല്ലെങ്കിൽ പിൻ 3.5 ഇതാണ് കൗണ്ടറും ടൈമറും വരുന്ന രണ്ട് മെത്തേഡ്. ഒന്നില്ലെങ്കിൽ ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ. ഇത് 2-way സ്വിച്ച് പോലെ കണ്ടില്ലേ? ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് ദ ടൈമർ ബാർ കൗണ്ടർ. പിന്നെ നോക്കിയേ, നമ്മൾ ഗേറ്റ് എന്നൊരു T-മോഡ് രജിസ്റ്റർ പഠിച്ചപ്പോഴേ T-മോഡ് രജിസ്റ്ററിൽ നമ്മൾ ടൈമർ 1ന് കറസ്പോണ്ടിങ് 4 ബിറ്റ് ഉണ്ട്, ടൈമർ 0ക്ക് കറസ്പോണ്ടിങ് 4 ബിറ്റ് ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും അറ്റത്ത് ഒരു ഗേറ്റ് ഒഴിച്ചു. ഗേറ്റ് എന്നുള്ള ബിറ്റ് നമ്മൾ എപ്പോഴും എന്താക്കിയാ? 0 ആക്കിയാ വെച്ചത്. ഗേറ്റ് 1 ആണെങ്കിൽ ഗേറ്റ് 0 ആക്കാൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞത്? കാരണം നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ടൈമറിനെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്നത്. കാരണം നമ്മൾ സെറ്റ് ബി TR0 അല്ലെങ്കിൽ ക്ലിയർ TR0 അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ ചെയ്തത്. അങ്ങനെ അല്ലാതെ വേറൊരു മെത്തേഡും ഉണ്ട്. അതായത് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്, എക്സ്റ്റേണൽ ഹാർഡ്വെയർ നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്താൽ ഏതൊക്കെ പിന്നില്? 3.2 അല്ലെങ്കിൽ 3.3 എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് INT0യും INT1ഉം കണക്ട് ചെയ്യാനുള്ള പിൻസ്, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് കണക്ട് ചെയ്യാനുള്ള പിൻസ്. അപ്പൊ ആ പിന്നുകളിൽ എന്തെങ്കിലും വന്നാൽ ഇവിടെ നോക്കിയേ, ഗേറ്റ് എന്നുള്ള വാല്യൂ 0 ആണെങ്കിൽ, ഗേറ്റ് 0 ആണെങ്കിൽ ഈ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. അപ്പം ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായാലും 1 ആണ്. ഇത് എന്തോ ആയിക്കോട്ടെ, ഡോണ്ട് കെയർ, എന്തോ ആയിക്കോട്ടെ, ദ ഔട്ട്പുട്ട് ഓഫ് ദ ഓർ ഗേറ്റ് വിൽ ബി 1. അപ്പൊ എന്തായാലും ഇവിടെ കൗണ്ടർ ആണോ ടൈമർ ആണോ ഏതാണോ കണ്ടീഷൻ അത് തന്നെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലോട്ട് കിട്ടും. ബിക്കോസ് ദി സ്വിച്ച് വിൽ ബി എനർജൈസ്ഡ്. കാരണം ഇവിടെ 1 വന്നു കഴിഞ്ഞു. എപ്പം സ്റ്റാർട്ട് ബിറ്റും കൂടെ വരുന്നു അന്നേരം ഇവിടെ 1 വരും. ദ സ്വിച്ച് വിൽ ബി എനർജൈസ്ഡ്. ഇഫ് ദ ഗേറ്റ് ഇസ് 0, കാരണം ഗേറ്റ് 0 ആണെങ്കിൽ ഇവിടെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് 1, ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായാലും 1. ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. സ്റ്റാർട്ട് TR എന്ന് പറയുന്നത് ടൈമർ സ്റ്റാർട്ട് അല്ലെങ്കിൽ ടൈമർ റൺ ബിറ്റും കൂടെ 1 ആയി കഴിഞ്ഞാൽ, ടൈമർ സ്റ്റാർട്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഈ സ്വിച്ച് എനർജൈസ്ഡ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. തിരിച്ച് ഗേറ്റ് 1 ആകുന്ന കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗേറ്റ് 1 ആണെങ്കിൽ ഇവിടെ 0 വരും. അപ്പൊ ഈ ഔട്ട്പുട്ട്
ഗേറ്റ് 1 ആകണമെങ്കിൽ എന്തായിരിക്കണം ഇവിടെ വരേണ്ടത്? ഇവിടെ വരേണ്ടത് 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്വിച്ചിനെ എനർജൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഗേറ്റ് 1 ആണെങ്കിൽ ഉറപ്പായിട്ട് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പം ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഗേറ്റ് 1 ആക്കരുത്. കാരണം ഗേറ്റ് 1 ആക്കിയിട്ട് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വരണം? എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് എന്നുള്ളൊരു സംഗതി വരണം. ഏത് പിന്നില്? 3.2 അല്ലെങ്കിൽ 3.3 എന്നുള്ള 8051 പിന്നില് എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സ്വിച്ച് എനർജൈസ് ആവത്തുള്ളൂ. അതൊരു റെയർ ചാൻസ് ആണ്. അങ്ങനെ മിക്കവാറും വരത്തില്ല എക്സ്റ്റേണൽ ഇന്ററപ്റ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗേറ്റ് എന്നുള്ള പിന്നെ ബിറ്റ്, മോഡ് രജിസ്റ്ററിൽ ഗേറ്റ് എന്നുള്ള ബിറ്റ് എപ്പോഴും എന്താക്കി തന്നെ വെക്കും? 0 ആക്കി തന്നെ വെക്കും. അങ്ങനെയാവുമ്പോൾ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വന്നോ വന്നില്ലയോ, എപ്പം എങ്ങനെയാണെങ്കിൽ പോലും എപ്പോൾ സ്റ്റാർട്ട് ടൈമർ എന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുന്നോ, ആ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നോ, അന്നേരം നമ്മുടെ ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ എനർജൈസ് ആവും, അല്ലെങ്കിൽ ഈ സ്വിച്ച് എനർജൈസ് ആവും, അല്ലെങ്കിൽ നമുക്ക് ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗേറ്റ് 1 ആണെങ്കിൽ സ്റ്റാർട്ട് ടൈമർ എന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ പോലും ഒന്നും നടക്കത്തില്ല. ഇൻസ്ട്രക്ഷൻ വന്നാൽ മാത്രം ഒന്നും നടക്കത്തില്ല. അതിന്റെ കൂടെ ഇവിടെയും 1 വരണം. ഇവിടെ 1 വരണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് വരണം. ഇറ്റ് ഈസ് എ റെയർ ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ത്രൂ ഔട്ട് ദ സ്റ്റഡി നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ടൈമറിനെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്നത്. TR എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഗേറ്റ് നമുക്ക് എന്തായിട്ട് തന്നെ വെക്കണം? 0 ആയിട്ട് തന്നെ വെക്കണം. ഓക്കെ. പിന്നെ C പ്രോഗ്രാമിംഗ് നമ്മൾ 2-3 പ്രോഗ്രാമും കൂടെ പഠിക്കും. നമ്മൾ നേരത്തെ ALP എഴുതിയത് തന്നെയാണ് C പ്രോഗ്രാമിംഗ്. വെറുതെ ആ C പ്രോഗ്രാമിംഗിന്റെ സിന്റാക്സിലേക്ക് മാറുന്നു. Write an 8051 C program to toggle all the bits of port P1 continuously with some delay in between. ഒരു ഡിലേ കൊടുക്കാൻ. ഡിലേ നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കും? ടൈമർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. Write an 8051 C program to toggle all the bits of port P1 continuously. P1ന്റെ എല്ലാ ബിറ്റ്സും കണ്ടിന്യൂസ് ആയിട്ട് ടോഗിൾ ചെയ്യാൻ. വിത്ത് സം ഡിലേ. ഡിലേയുടെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു ഡിലേ ഇൻ ബിറ്റ്വീൻ കൊടുക്കാൻ ഈ ടോഗിളിങ്ങിന്റെ ഇടയ്ക്ക്. അതായത് നമ്മൾ ആദ്യമേ 55 എന്നുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ട് ഒരു ഡിലേ കൊടുക്കുന്നു, പിന്നെ A എന്നുള്ള ഡിസ്പ്ലേ, പിന്നെ ഡിലേ, ഇങ്ങനെ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ വേണം. അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതുമെന്ന്. യൂസ് ടൈമർ 0 16-bit മോഡ്. അപ്പൊ നമുക്ക് ഏതാ ടൈമർ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഏത് ടൈമർ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് മോഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ടൈമർ 0, ടൈമർ 1 ഉണ്ട്. അതിന് ഏതിന് വേണമെങ്കിലും 16-bit മോഡും ആക്കാം, 8-bit മോഡും ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടൈമർ 0 16-bit മോഡെന്ന്. അപ്പൊ നമ്മൾ മോഡ് രജിസ്റ്ററിൽ എങ്ങനെ എഴുതും? ഇത് ടൈമർ 1, ഇത് ടൈമർ 0. ടൈമർ 0 അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബിറ്റുകളെല്ലാം 0 ആക്കി വെച്ചു. ടൈമർ 0 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 16-bit മോഡ് എന്ന് വെച്ചാൽ മോഡ് 1. ഇതായിരിക്കും നമ്മുടെ മോഡ് രജിസ്റ്ററിലെ വാല്യൂ. അപ്പൊ എന്ത് വരും? 0 1 H വരും. അപ്പൊ മോഡ് രജിസ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് 0 1 H. അത് നമുക്ക് അവിടെ കണ്ടുപിടിച്ച് നമ്മൾ വെച്ചു. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഏത് ടൈമറാന്ന് നോക്കുക. ആ ടൈമറിൽ ടൈമർ 0 ആണ്, ഈ 4 ബിറ്റുമാണ് നമ്മുടെ മാറ്റർ ഓഫ് ഇൻട്രസ്റ്റ്. മോഡ് 1 ആയതുകൊണ്ട് ഇവിടെ 0 1 എഴുതി. ഓക്കെ. കാരണം 16-bit മോഡ് എന്ന് പറയുന്നത് മോഡ് 1 ആണ്. അപ്പൊ എങ്ങനെ പ്രോഗ്രാം എഴുതാം? ആദ്യമേ ഡിലേ, ഏത് ഡിലേ വേണമെങ്കിലും ആവാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടൈമർ രജിസ്റ്ററിൽ ടൈമർ 0 അല്ലേ, ടൈമർ 0 രജിസ്റ്ററിൽ, അതായത് TL0യിലും TH0യിലും നമുക്ക് ഇഷ്ടമുള്ള കൗണ്ട് കൊടുക്കാം. കാരണം ഡിലേ ഒന്നും ഇവിടെ എത്രയെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമേ ഹെഡർ ഫയൽ എഴുതി #include register 51.h. പിന്നെ നമ്മളൊരു ഡിലേ പ്രോഗ്രാം എഴുതി. ഈ ഡിലേ പ്രോഗ്രാമിലാണ് നമ്മൾ ടൈമറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിലേ പ്രോഗ്രാം എഴുതിയില്ല, ആ ഡിലേ ഫംഗ്ഷൻ ഒന്ന് ഡിക്ലെയർ ചെയ്തു. void T0 ഡിലേ. T0 വെച്ചിട്ടല്ലേ നമ്മൾ ഡിലേ, ടൈമർ 0 വെച്ചിട്ടല്ലേ നമ്മൾ ഡിലേ, അതുകൊണ്ടാണ് അതിന്റെ പേര് T0 ഡിലേ എന്ന് കൊടുത്തത്. ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ് ഒന്നുമില്ല, void. പിന്നെ ഇത് മെയിൻ ഫംഗ്ഷൻ void main void curly bracketsൽ ഇൻഫിനിറ്റ് ലൂപ്പ് while 1. ആദ്യമേ പോർട്ട് 1, പോർട്ട് 1ൽ പോർട്ട് 1 ആണ് നമുക്ക് ടോഗിൾ ചെയ്യേണ്ടത്. P1 is equal to 0x55. 0x55 എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പ്രോഗ്രാം ലാബിൽ ചെയ്തതാണ്. 55H ആണ് അതിന്റെ അർത്ഥം. 0x55 എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഡിലേ വിളിച്ചു, ഡിലേ സബ് റൂട്ടീൻ വിളിച്ചു. പിന്നെ ഡിലേ സബ് റൂട്ടീൻ കഴിഞ്ഞ് റിട്ടേൺ ആകുമ്പോൾ എന്തോ P1 is equal to 0xAA.
ആദ്യമേ 55 ഡിസ്പ്ലേ ചെയ്തു, പിന്നെ A ഡിസ്പ്ലേ ചെയ്തു, പിന്നെ ഡിലേ സബ് റൂട്ടീൻ വിളിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡിലേ സബ് റൂട്ടീൻ എഴുതുന്നത് നോക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ടോഗിൾ ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പം ഡിലേ ഫംഗ്ഷൻ പേരെഴുതി, നെയിം ഓഫ് ദ ഫംഗ്ഷൻ void t0 ഡിലേ ബ്രാക്കറ്റ്സ്, പിന്നെ കേളി ബ്രാക്കറ്റിൽ നമ്മൾ എഴുതാൻ പോവാണ് പ്രോഗ്രാം. ആദ്യമേ നമ്മൾ ALP എഴുതുന്നത് പോലെ തന്നെ ടി മോഡ് രജിസ്റ്റർ എഴുതി. ടി മോഡ് രജിസ്റ്ററിൽ വേണ്ട വാല്യൂ എത്രയാണ്? ടി മോഡ് രജിസ്റ്ററിൽ വേണ്ട വാല്യൂ 01H ആണ്. 01H ആണ് ടി മോഡ് രജിസ്റ്ററിൽ വേണ്ടത്. അത് ഹെക്സാഡെസിമൽ എങ്ങനെ എഴുതും? 0x01 എന്ന് എഴുതും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 0x01. അപ്പൊ ടി മോഡ് രജിസ്റ്റർ ആദ്യമേ ഫിക്സ് ചെയ്തു. പിന്നെ 16 ബിറ്റ് ടൈമർ മോഡ് ആയതുകൊണ്ട് 2 രജിസ്റ്റേഴ്സ് എഴുതണം, TL0യും TH0യും. ഇഷ്ടമുള്ള ഒരു കൗണ്ട് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന കൗണ്ട് എന്തായിരിക്കും? TL0യിലേക്ക് 0x00 എഴുതിയിരിക്കുന്നു, TH0യിലേക്ക് 0x35 എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ കൗണ്ട് 3500, 3500 കൊടുത്തു. എന്നിട്ട് നമ്മൾ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? സെറ്റ് BTR0 എന്ന് പറഞ്ഞാൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? TR0 is equal to 1. TR0 is equal to 1. പിന്നെ അവിടെ എങ്ങനെയാ ഓവർഫ്ലോ ആയോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ജംപ് ഇഫ് നോട്ട് ബിറ്റ് TF0, ഹിയർ. അത് ബിറ്റ് സെറ്റ് ആയില്ലെങ്കിൽ അവിടെ തന്നെ ജമ്പ് ചെയ്യാൻ, അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇവിടെ അതെങ്ങനെ എഴുതും? വൈൽ TF0 ഈക്വൽ ടു 0. ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് 2 ഈക്വൽ ടു. അപ്പൊ 2 ഈക്വൽ ടു ഇടണം. ആ കണ്ടീഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. 1 ആയിപ്പോയാൽ എന്ത് ചെയ്യണം? ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യുക. എങ്ങനെയാണ് ടൈമറിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തത്? ALPയിൽ ക്ലിയർ TR0. അതിന് നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? TR0 ഈക്വൽ ടു 0. എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ഓവർഫ്ലോ ഫ്ലാഗിനെ ക്ലിയർ ചെയ്യും. ക്ലിയർ TF0 എന്ന് എഴുതത്തില്ലായിരുന്നോ? അത് തന്നെയാണ് TF0 ഈക്വൽ ടു 0. അപ്പൊ നോക്കിയേ, ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് 1 ആയി കഴിഞ്ഞാൽ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്തു, ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്തു. അപ്പൊ അത്രയാണ് ഈ പ്രോഗ്രാമിൽ. ഈ 3500 എന്നുള്ള കൗണ്ട് റാൻഡം വാല്യൂ ആണ്. 3500 അസോസിയേറ്റ് ചെയ്ത ഡിലേ എത്ര വരും? അതെങ്ങനെ കണ്ടുപിടിക്കുക? FF മൈനസ് 3500 പ്ലസ് 1 ഇൻറ്റു 1. കഴിഞ്ഞ റെക്കോർഡിംഗിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡിലേ. അപ്പൊ FF മൈനസ് 3500H ഹെക്സാഡെസിമൽ വാല്യൂ ഈക്വൽ ടു വരുമ്പോൾ ഇത്രയും വരും. അതെ, അതിന്റെ ഇക്വലന്റ് ഡെസിമൽ ആണ് കൊടുത്തിരിക്കുന്ന 51967. അതെ, +1. ഇവിടെ +1 ഉണ്ടല്ലോ, +1 എടുക്കുമ്പോൾ ഇത്രയും വരും. ആ വാല്യൂ ഇൻറ്റു 1.085 മൈക്രോ സെക്കൻഡ്സ്. അതായിരിക്കും നമ്മുടെ ഡിലേ. അപ്പൊ ഓർത്തിരിക്കേണ്ടത്, whichever version of 8051 you take, ഏതിന്റെ ആണെങ്കിലും ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 അത് തന്നെയായിരിക്കും എന്ത്? ടൈമറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതൊരിക്കലും മറന്നു പോകരുത്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ആൻ 8051C പ്രോഗ്രാം ടു ടോഗിൾ ഓൾ ദ ബിറ്റ്സ് ഓഫ് P2 കണ്ടിന്യൂസ്ലി. നേരത്തെ നമ്മൾ ഏതിന്റെ ബിറ്റ്സ് ആയിരുന്നു ടോഗിൾ ചെയ്തത്? P1ന്റെ ബിറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ ടോഗിൾ ചെയ്യാൻ പോകുന്നത് P2ന്റെ ബിറ്റ്സ്. എവരി 500 മില്ലി സെക്കൻഡ്, 500 മില്ലി സെക്കൻഡ് നമുക്ക് ടോഗിൾ ചെയ്യണം. അതായത് ഇപ്പൊ 55 എന്നൊരു കൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് എത്ര നേരത്തേക്ക് നിൽക്കണം? 500 മില്ലി സെക്കൻഡ് നിൽക്കണം. പിന്നെ A എന്നൊരു കൗണ്ട് വന്നാൽ അതും 500 മില്ലി സെക്കൻഡ് നിൽക്കണം. അങ്ങനെ 500 മില്ലി സെക്കൻഡ് രണ്ടും മാറി മാറി നിൽക്കണം. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ 16 ബിറ്റ് ടൈമർ മോഡ് വെച്ചിട്ട് 500 മില്ലി സെക്കൻഡ് ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോകാൻ പറ്റുന്ന ഒരു 25 മില്ലി സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിലേ പ്രോഗ്രാം എഴുതിയിട്ട് അത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 20 ടൈംസ് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ 20 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട് എന്തിനെ എക്സിക്യൂട്ട് ചെയ്യും? 20 ടൈംസ് 25 മില്ലി സെക്കൻഡിന് എഴുതിയിരിക്കുന്ന ഡിലേ പ്രോഗ്രാം നമ്മൾ 20 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ടോട്ടൽ എത്ര ഡിലേ വന്ന്? 500 മില്ലി സെക്കൻഡ് ഡിലേ വന്നു. അപ്പൊ നമ്മൾ 25 മില്ലി സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിലേ പ്രോഗ്രാം എഴുതിയിട്ട് വിൽ ബി എക്സിക്യൂട്ടിംഗ് റിപ്പീറ്റിംഗ് ദ പ്രോഗ്രാം 20 ടൈംസ്. അതാണ് നമ്മൾ ചെയ്യുന്ന ലോജിക്. അപ്പം റൈറ്റ് ആൻ 8051C പ്രോഗ്രാം ടു ടോഗിൾ. അപ്പൊ ഈ 500 മില്ലി സെക്കൻഡ് എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമിന് വേണ്ടി ഒരു ഡിലേ പ്രോഗ്രാം എഴുതുക. അത് ആവശ്യമുള്ള അത്രയും പ്രാവശ്യം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഡിലേ ഉണ്ടല്ലോ, ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന 750 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 25 × 30 എന്ന് എഴുതാം. 2 നമ്പേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡിലേക്ക് 25നോ 30ക്കോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കൗണ്ട് വെച്ചൊരു ഡിലേ പ്രോഗ്രാം എഴുതുക. മറ്റ് നമ്പറിന്റെ അത്രയും പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് ആവശ്യമുള്ള 750 മില്ലി സെക്കൻഡ് ഡിലേ കിട്ടും. അതാണ് അതിന്റെ ലോജിക്ക്. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ആ പ്രോഗ്രാം എഴുതുന്നത്. നമുക്കിപ്പോൾ ആവശ്യം 500 മില്ലി സെക്കൻഡ് ഡിലേ ആണ്. 20 ഇൻറ്റു 25 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 500. 20 ഇൻറ്റു 25 മില്ലി സെക്കൻഡ് ചെയ്യുമ്പോൾ 500 മില്ലി സെക്കൻഡ് കിട്ടും. അപ്പോൾ നമ്മൾ 25 മില്ലി സെക്കൻഡ് കറസ്പോണ്ടിങ് ഡിലേ പ്രോഗ്രാം എഴുതും യൂസിങ് ടൈമേഴ്സ്. അതിനെ 20 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് V2ന്റെ ബിറ്റ്സിനെ എല്ലാം ടോഗിൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ടൈമർ 1നെ മോഡ് 1ൽ ഉപയോഗിക്കണം. ടി മോഡ് രജിസ്റ്ററിന്റെ കണ്ടന്റ് എന്ത് വരും? ഇത് ടൈമർ 1, ഇത് ടൈമർ 0. ടൈമർ 1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം 0 ആക്കി ടൈമർ 1നെ മോഡ് 1ൽ. ഇതാണ് നമുക്ക് വരുന്ന ടി മോഡ് രജിസ്റ്ററിലെ കണ്ടന്റ്. അപ്പൊ എന്ത് വരും? 10H അല്ലെങ്കിൽ 0x10. കണ്ടില്ലേ? ടി മോഡ് 0x10. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് നോക്കാം എങ്ങനെ പ്രോഗ്രാം എഴുതാമെന്ന്. ഹാഷ് ഇൻക്ലൂഡ് രജിസ്റ്റർ 51.h. പിന്നെ ഡിലേ പ്രോഗ്രാം നമ്മൾ വിളിച്ചില്ല, നമ്മൾ ഡിക്ലെയർ ചെയ്തു. വോയിഡ് T1 M1 എന്ന് വെച്ചാൽ ടൈമർ 1 മോഡ് 1, ടൈമർ 1 മോഡ് 1. അതാണ് T1 M1 എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. ഇഷ്ടമുള്ള വെറുതെ ഡിലേ എന്ന് മാത്രം കൊടുത്താലും ഒരു പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിലേ പ്രോഗ്രാമിനെ നെയിം ചെയ്യാം. പിന്നെ ഓർക്കണം, എങ്ങനെ നെയിം ചെയ്യുന്നു ആ രീതിയിൽ തന്നെ അതിനെ കോളും ചെയ്യണം, അതിന്റെ ഫംഗ്ഷൻ എഴുതുകയും വേണം. എങ്ങനെ എഴുതിയോ അതെല്ലാം സിമിലർ ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പം ഡിക്ലെയർ ചെയ്തു ഡിലേ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതി, വോയിഡ് മെയിൻ വോയിഡ് അൺസൈൻഡ് ക്യാരക്ടർ എക്സ് എന്നുള്ളൊരു ക്യാരക്ടറിനെ ഡിക്ലെയർ ചെയ്തു. എന്തിനു വേണ്ടിയാ? നമ്മൾ 25 മില്ലി സെക്കൻഡിനുള്ള ഡിലേ എഴുതുന്നത്. അതിന് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം? 20 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ 20 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. അതിനാണ് ഈ എക്സ് എന്നുള്ള വേരിയബിൾ. എന്നിട്ട് പോർട്ട് 2ൽ ആദ്യമേ 55 വെച്ച് ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് ഇൻഫിനിറ്റ് ലൂപ്പ് വൈൽ 1 P2 is equal to not P2. അതായത് P2ൽ 55 ആണെങ്കിൽ ഇപ്പൊ P2ന്റെ വാല്യൂ എന്തോ A ആവും. നോട്ട് P2 ഇൻവേർട്ട് ചെയ്യാൻ, കോംപ്ലിമെന്റ് ചെയ്യാൻ P2ന്. അപ്പൊ P2ന്റെ വാല്യൂ A ആയി. എന്നിട്ട് നമ്മൾ ഡിലേ പ്രോഗ്രാം വിളിച്ചു. വെറുതെ ഡിലേ പ്രോഗ്രാം വിളിച്ചാൽ എത്ര ഡിലേ വരത്തുള്ളൂ? 25 മില്ലി സെക്കൻഡ്. പക്ഷെ നമുക്കത് പോരാ. ഫോർ ലൂപ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് ഡിലേ പ്രോഗ്രാം വിളിച്ചു. ഈ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ആവും? 20 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കൗണ്ട്. 20 ടൈംസ് എക്സിക്യൂട്ട് ആവും. അപ്പൊ ഈ ഡിലേ പ്രോഗ്രാം നമ്മൾ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? കറസ്പോണ്ടിങ് ടു 25 മില്ലി സെക്കൻഡ് ആയിരിക്കും നമ്മൾ ആ ഡിലേ പ്രോഗ്രാം എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ ഡിലേ പ്രോഗ്രാം. ഡിലേ സബ് റൂട്ടീൻ വോയിഡ് T1 M1 ഡിലേ വോയിഡ്. ആദ്യമേ നമ്മൾ മോഡ് രജിസ്റ്റർ സെറ്റ് ചെയ്യുക. ടൈമർ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഡിലേ ഉണ്ടാക്കാൻ പോകുന്നത്. മോഡ് രജിസ്റ്ററിൽ 10 എന്നുള്ള വാല്യൂ, അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും 0x10. പിന്നെ ഈ കൗണ്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൗണ്ട് നമുക്ക് എഴുതണം. ഈ TL1 TH1 എന്നുള്ള ഇനിഷ്യൽ കൗണ്ട് നമുക്ക് എഴുതണം കറസ്പോണ്ടിങ് ടു എ ഡിലേ ഓഫ് 25 മില്ലി സെക്കൻഡ്. എന്നിട്ട് അപ്പം ടി മോഡ് നമ്മൾ എഴുതി, TL1 TH1 എഴുതി. ഇതെങ്ങനെയാ എഴുതുന്നത് ഞാൻ പറയാം. പിന്നെ നമ്മൾ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്തു ഓവർഫ്ലോ ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. ഉണ്ടെങ്കിൽ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യുക, ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യുക. ഇതാണ് ജനറൽ പ്രൊസീജിയർ. ഇത് നമുക്ക് അറിയണം TL1ൽ TH1ൽ നമ്മൾ എന്ത് വാല്യൂ ലോഡ് ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 25 മില്ലി സെക്കൻഡിനാണ് ഡിലേ എഴുതുന്നത്. അതെന്ന് പറയുന്നത് FFFF മൈനസ് ഒരു കൗണ്ട് പ്ലസ് 1 ഇൻറ്റു 1.085 മൈക്രോ സെക്കൻഡ്. ഇതിൽ നിന്ന് നമുക്ക് കൗണ്ട് കിട്ടണം. നിങ്ങൾക്ക് കിട്ടുന്ന കൗണ്ട് എന്തായിരിക്കും? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന കൗണ്ട് A5FE. അപ്പൊ അതാണ് ഇവിടെ A5 എന്നും FE എന്നും എഴുതിയിരിക്കുന്നത്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കിട്ടണം. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്? അപ്പം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് A5FE. അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. FEF മൈനസ് കൗണ്ട് പ്ലസ് 1 ഇൻറ്റു 1.085 മൈക്രോ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 25 മില്ലി സെക്കൻഡ് ഡിലേ. അതറിയാമെങ്കിൽ നമുക്ക് കൗണ്ട് കിട്ടും. പക്ഷെ കൗണ്ട് ഹെക്സാഡെസിമലിലായിരിക്കണം. ഇതിൽ തെറ്റ് പറ്റരുത്. ഇത് ഡെസിമൽ വാല്യൂ, ഇത് ഡെസിമൽ വാല്യൂ. അപ്പൊ അതിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡെസിമൽ വാല്യൂ. ഇതിന് കറസ്പോണ്ടിങ് ഉള്ള ഡെസിമൽ വാല്യൂ എത്രയാ? 65535. അത് ഓർത്തിരിക്കുക. മൈനസ് കൗണ്ട് പ്ലസ് 1. എല്ലാ വാല്യൂവും ഡെസിമലിലായില്ലേ? അപ്പൊ കൗണ്ട് കിട്ടുന്നത് ഡെസിമലിലായിരിക്കും. അതിനെ ഹെക്സാഡെസിമലിൽ കൺവേർട്ട് ചെയ്തിട്ട് ഹെക്സാഡെസിമൽ വാല്യൂസ് വേണം TL1ലും TH1ലും ലോഡ് ചെയ്യാൻ. അത് ഓർത്തിരിക്കുക. ഹെക്സാഡെസിമൽ വാല്യൂ മാത്രമേ TL1ലും TH1ലും ലോഡ് ചെയ്യാവൂ.
അപ്പൊ മെയിൻ പ്രോഗ്രാം നിങ്ങൾ നേരത്തെ പ്രോഗ്രാമിൽ പോർട്ട് 1 ടോഗിൾ ചെയ്യാൻ എങ്ങനെയാ ലോജിക് ഉപയോഗിച്ചു 55 പിന്നെ എ ഡിസ്പ്ലേ ചെയ്തു. ഇവിടെ അങ്ങനെ രണ്ടായിട്ട് എഴുതിയില്ല, പകരം എന്ത് എഴുതി P2 is equal to not P2. P2നെ നോട്ട് ചെയ്യുന്നതാണ് പിന്നത്തെ P2ന്റെ വാല്യൂ. ഈ രീതിയിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ 55A എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും മതി. പക്ഷെ ഇവിടെ 55 എന്ന് ആദ്യം ഒന്ന് ഡിക്ലെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് P2 is equal to not P2 എന്ന് എഴുതി. പിന്നെ ഡിലേ പ്രോഗ്രാം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഓവർഫ്ലോ ആയോ ചെക്ക് ചെയ്യുന്നു, ആയെങ്കിൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യുന്നു, ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യുന്നു. Assume that a 1 Hz external clock is being fed into pin T1. 1 Hz ഉള്ള external clock എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കണം കൗണ്ടർ മോഡാണ്, ടൈമർ അല്ല കൗണ്ടർ ആണ്. Assume that a 1 Hz external clock is being fed into pin T1. T1ലേക്ക് T1 എന്ന് പറഞ്ഞാൽ ഏത് പിന്നെ P3.5 അതിലേക്ക് ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നു. Write a C program for counter 1 in mode 2. Counter 1 mode 2 mode 2 എന്ന് വെച്ചാൽ 8-bit auto reload to count up and display the state of the TL1 count on P1. Start the count at 0H. So ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും തന്നിട്ടില്ലെങ്കിലും കൗണ്ട് എവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, 0യിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വാല്യൂ കിട്ടിയോ ഇത് തന്നെ ഡയറക്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ 15ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ -15 ഒക്കെ എടുത്തിട്ട് വേണം കൗണ്ട് പറയാൻ. അപ്പൊ എപ്പോഴും കൗണ്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇനിഷ്യൽ കൗണ്ട് എന്ത് തന്നെ ആയിരിക്കണം 0 ആകുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്? 1 Hz എക്സ്റ്റേണൽ ക്ലോക്ക് ഉണ്ട്, ഇറ്റ് ഈസ് ബീങ് ഫെഡ് ഇൻ ടു പിൻ T1. അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് ഫീഡ് ചെയ്യുന്നു? T1 എന്നുള്ള പിന്നിലേക്ക് ഫീഡ് ചെയ്യുന്നു. ആ പിൻ എന്ന് പറയുന്നത് P3.5 ആണ്, എക്സ്റ്റേണൽ ക്ലോക്ക് ആണ്. അപ്പൊ കൗണ്ടർ ഓപ്പറേഷന്റെ പ്രോഗ്രാം ആണ് നമുക്ക് എഴുതേണ്ടത്. ഏത് കൗണ്ടർ? കൗണ്ടർ 1 മോഡ് 2. മോഡ് 2ൽ കൗണ്ടർ 1 ഓപ്പറേറ്റ് ചെയ്യുന്നു. മോഡ് 2 എന്ന് വെച്ചാൽ 8-bit ഓട്ടോ റീലോഡ്. എന്തിനാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്? ആ പിൻ P3.5ൽ വരുന്ന എക്സ്റ്റേണൽ ക്ലോക്ക് ഇല്ലേ, എത്ര പൾസ് വന്നു, അത്രയും സമയം കൊണ്ട് എത്ര പൾസ് വന്നു, ആ കൗണ്ട് എവിടെ കാണും? TL1 എന്നുള്ള രജിസ്റ്ററിൽ കാണും. കാരണം ഉറപ്പല്ലേ 8-bit ഓട്ടോ റീലോഡ് എന്ന് പറഞ്ഞാൽ 8-bit മാത്രം നമ്മൾ ലോഡ് ചെയ്യുന്നു. TH1ലേക്കാണ് നമ്മൾ ലോഡ് ചെയ്യുന്നെങ്കിൽ പോലും അതിന്റെ കോപ്പി എങ്ങോട്ടേക്ക് എടുത്ത് വെക്കുന്നുണ്ട്? TL1ൽ വെച്ച് അവിടെയാണ് ഇൻക്രിമെന്റിങ് നടക്കുന്നത്. അപ്പൊ TL1ൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കൗണ്ട് കിട്ടും. ആ കൗണ്ട് എവിടെ ഡിസ്പ്ലേ ചെയ്യണം? പോർട്ട് 1ൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ നമുക്ക് പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് രജിസ്റ്റർ 51.h. നമ്മൾ ഒരു SFR പോർട്ട് 3 എന്ന് പറഞ്ഞ SFRന്റെ ഒരു ബിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ വോയിഡ് മെയിന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നു എസ് ബിറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് വെച്ചിട്ട് T1 എന്നുള്ള ലെറ്റർ ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്തിനെ? P3.5ന് T1. അപ്പൊ P3.5 ഇനി എവിടെയൊക്കെ ഉപയോഗിക്കണോ അവിടെയൊക്കെ എന്ത് എഴുതിയാൽ മതി? T1 എന്ന് എഴുതിയാൽ മതി. പിന്നെ മെയിൻ ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് T1 is equal to 1. അതായത് P3.5നെ നമുക്ക് 1 ആക്കുന്നു, കാരണം അതിനെ ഇൻപുട്ട് ആക്കുന്നു. അവിടെയല്ലേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻപുട്ട് വരുന്നത്. അപ്പൊ അതിനെ ഹൈ ആക്കി അതിനെ ഇൻപുട്ട് ആക്കി. പിന്നെ മോഡ് രജിസ്റ്റർ എഴുതുന്നു, T മോഡ് രജിസ്റ്ററിൽ ഇവിടെ ടൈമർ 1നും ഇവിടെ ടൈമർ 0ക്കും. ഇവിടെ ടൈമർ എന്നല്ല പറയുന്ന കൗണ്ടർ. ഓക്കെ, കൗണ്ടറോ ടൈമറോ. ഇവിടെ നമുക്ക് വേണ്ടത് കൗണ്ടർ 1 ആണ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് 0 ആക്കാം. കൗണ്ടർ 1ന് നമുക്ക് ഏത് മോഡാ? മോഡ് 2. ഇതാണ് വരുന്ന വാക്ക്. ഇതെന്ന് വെച്ചാൽ C⁻T എന്ന് പറഞ്ഞാൽ 1 ഫോർ കൗണ്ടർ മോഡ്, ഇത് മോഡ് 2. അപ്പൊ എന്ത് വാല്യൂ വരും? 60H. ഹെക്സാഡെസിമൽ നമ്മൾ C പ്രോഗ്രാമിൽ എങ്ങനെ എഴുതും? 0x60. ഇപ്പൊ നോക്കിയേ, T മോഡ് നമ്മൾ സെറ്റ് ചെയ്തു 0x60 എന്ന്. പിന്നെ നമ്മൾ TH1 മാത്രമല്ലേ ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, TL ലോഡ് ചെയ്യേണ്ട, കാരണം 8-bit മോഡാണ്. അതിനപ്പോ ഇനിഷ്യൽ കൗണ്ട് 0 ആയിരിക്കും. അപ്പൊ TH1നെ 0 എന്ന് ലോഡ് ചെയ്തു. നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യമേ T മോഡ് ചെയ്യുക, പിന്നെ TH TL ചെയ്യുക. TH മാത്രമേ വരത്തുള്ളൂ 8-bit മോഡാണെങ്കിൽ, രണ്ടും കൂടെ വരും 16-bit മോഡാണെങ്കിൽ. അത് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫിനിറ്റ് ലൂപ്പ് എഴുതി, എന്നിട്ട് ഡു സ്റ്റാർട്ട് ചെയ്തു. ടൈമർ TR1 is equal to 1 എന്ന് വെച്ചാൽ ടൈമർ 1നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കൗണ്ടറിനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ TL1 എന്നുള്ള കൗണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ TH1ൽ വെച്ച 0 എന്നുള്ള വാല്യൂ എങ്ങോട്ടേക്ക് മാറും? അതിന്റെ കോപ്പി എടുത്ത് TL1ൽ വെക്കും. എന്നിട്ട് TL1ലെ വാല്യൂ ആണ് കൂടി പോകുന്നത്. അതാണ് 8-bit മോഡിൽ സംഭവിക്കുന്നത്. എന്നിട്ട് ആ TL1ൽ കിട്ടുന്ന കൗണ്ട് അപ്പൊ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? പോർട്ട് 1ലേക്ക് മാറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത് എവിടെയാ? പോർട്ട് 1ലേക്ക് മാറ്റി. ഓക്കെ, അത് എത്ര നേരമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡു ദിസ് വൈൽ TF1 is equal to 0. അത് ഈ 0 ആയിട്ട് നിൽക്കുന്ന അത്രയും നേരം എന്ത് ചെയ്യണം?
TL1ലെ വാല്യൂ പോർട്ട് 1ലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കറണ്ട് കൗണ്ട് പോർട്ട് 1ൽ നമുക്ക് കിട്ടണം. എപ്പം ഓവർഫ്ലോ ഫ്ലാഗ് 0 ആയിരിക്കുന്ന അത്രയും നേരം. പക്ഷെ എപ്പോ അത് 1 ആവുന്നു അല്ലെങ്കിൽ ഓവർഫ്ലോ ഫ്ലാഗ് എപ്പോ സെറ്റ് ആവുന്നു, അപ്പൊ എന്ത് സംഭവിക്കും? ടൈമർ സ്റ്റോപ്പ് ആവും. അതാണ് TR1 = 0. എന്നിട്ട് ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നടക്കുന്നത്. ടി മോഡ് സെറ്റ് ചെയ്തു, ടൈമർ രജിസ്റ്റർ സെറ്റ് ചെയ്തു, പിന്നെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു, TL1 എന്നുള്ള കൗണ്ട് P1ലേക്ക് മാറ്റി. എത്ര നേരം? ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആകുന്ന ഇടം വരെ. എപ്പോ അത് സെറ്റ് ആവുന്നോ അന്നേരം ടൈമർ സ്റ്റോപ്പ് ചെയ്യും, ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യും. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാം. ഓക്കെ, ഇതും അത് തന്നെയാണ്. ഇത് പക്ഷെ നേരത്തെ ചെയ്തത് 8-ബിറ്റ് മോഡ് ആണെങ്കിൽ ഇത് 16-ബിറ്റ് മോഡ്. ഒരേ കാര്യം, കൗണ്ടർ ഓപ്പറേഷൻ ഇവിടെ ചെയ്തത് 8-ബിറ്റ് മോഡ്, ഇത് 16-ബിറ്റ് മോഡ്. അസ്യൂമിങ് അതേ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, അസ്യൂം ദാറ്റ് 1 Hz എക്സ്റ്റേണൽ ക്ലോക്ക് ഇസ് ബീങ് ഫെഡ് ഇൻ ടു പിൻ T0. നേരത്തെ പിൻ T1 കൊടുത്തത്, ഇപ്പൊ എവിടെയാണ്? പിൻ T0 ഫീഡ് ചെയ്തിരിക്കുന്നത്, അതായത് P3.4. റൈറ്റ് എ C പ്രോഗ്രാം ഫോർ കൗണ്ടർ 0 ഇൻ മോഡ് 1. ഏതായിരിക്കും T മോഡ് വരുന്നത്? ഇത് കൗണ്ടർ 0 അല്ലെങ്കിൽ ടൈമർ 0, ഇത് കൗണ്ടർ 1. ഇവിടെ നമ്മൾ കൗണ്ടർ 0 അല്ലേ ഉപയോഗിക്കുന്നത്, ഇവിടെ എല്ലാം 0 വരും. കൗണ്ടർ 0 ഇൻ മോഡ് 1. കൗണ്ടർ മോഡ് ആയതുകൊണ്ട് ഇവിടെ 1. എന്ത് വരും കൗണ്ട്? 05H, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0x05. ഇതാണ് T മോഡ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഹെഡർ ഫയൽ എഴുതി #include register 51.h. പിന്നെ നമ്മൾ ഇവിടെ നോക്കി P3.4 നമ്മുടെ എക്സ്റ്റേണൽ പൾസ് ഫീഡ് ചെയ്യുന്നത്. ആ പിന്നെ ഡിനോട്ട് ചെയ്യാനായിട്ട് S ബിറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് എഴുതി? S സ്മോൾ ആണ്, S ബിറ്റ് T0 = P3.4 എന്ന് എഴുതി. എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ വിളിച്ചു. ആ T0 = 1 ചെയ്തു. കാരണം അത് ഇൻപുട്ട് ആയതുകൊണ്ട് അതിനെ 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ T മോഡ് നേരത്തെ പോലെ തന്നെ T മോഡ് രജിസ്റ്റർ എഴുതി. പക്ഷെ ഇവിടെ TL0 TH0 രണ്ടും എഴുതണം. കാരണം നമ്മൾ എന്താ, റൈറ്റ് C പ്രോഗ്രാം ഫോർ കൗണ്ടർ 0 ഇൻ മോഡ് 1, 16-ബിറ്റ് മോഡ്. 16-ബിറ്റ് മോഡ് ആകുമ്പോൾ ടൈമർ രജിസ്റ്ററിൽ ലോവർ ഓർഡറും ഹയർ ഓർഡറും ഉപയോഗിക്കേണ്ടി വരും. TL0 = 0, TH0 = 0 എന്ന് കൊടുത്തു. ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഒന്ന് വായിക്കാം. അസ്യൂം ദാറ്റ് 1 Hz എക്സ്റ്റേണൽ ക്ലോക്ക് ഇസ് ബീങ് ഫെഡ് ഇൻ ടു പിൻ T0 P3.4. റൈറ്റ് എ C പ്രോഗ്രാം ഫോർ കൗണ്ടർ 0 ഇൻ മോഡ് 1. മോഡ് 1 എന്ന് വെച്ചാൽ 16-ബിറ്റ് മോഡ്. To count the pulses and display the state of the TH0 and TL0 registers on P2 and P1. നേരത്തെ ഒരു രജിസ്റ്ററിലെ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, TL രജിസ്റ്റർ. അത് എവിടെയായിരുന്നു? ഒരു പോർട്ടിൽ ഡിസ്പ്ലേ ചെയ്യാൻ. ഇവിടെ നമുക്ക് 16-ബിറ്റ് മോഡ് ആയതുകൊണ്ട് 2 രജിസ്റ്റേഴ്സിൽ നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് കിട്ടും. അത് രണ്ടും കൂടെ ചേർക്കുമ്പോഴായിരിക്കും കറക്റ്റ് സ്റ്റാറ്റസ് ആവുന്നത്. അവിടെ ഏതിലൊക്കെ പോർട്ടിൽ കാണുന്നു? പോർട്ട് 2-ലും പോർട്ട് 1-ലുമായിട്ട് കാണണം. നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം ഹെഡർ ഫയൽ എഴുതി, പിന്നെ ആ 3.4 എന്നുള്ള പിന്നിലാണ് നമ്മുടെ ഇത് വരുന്നത്, എക്സ്റ്റേണൽ ക്ലോക്ക് വരുന്നത്. അത് കാരണം അതിനെ ഒരു S ബിറ്റ് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ട് T0 എന്നുള്ള വേരിയബിളിലേക്ക് അത് ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ മെയിൻ ഫംഗ്ഷൻ എഴുതി. ആദ്യമേ ആ P3.4നെ ഇൻപുട്ട് ആക്കാനായിട്ട് T0 = 1 എന്ന് കൊടുത്തു. T മോഡ് രജിസ്റ്റർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ വാല്യൂ എന്ന്, അത് എഴുതി. TL0 TH0 നമ്മൾ 0 ആക്കി. കാരണം കൗണ്ടർ ഓപ്പറേഷനിൽ 0 വേണം ഇനിഷ്യൽ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് ഇൻഫിനിറ്റ് ലൂപ്പ്. അതിനകത്ത് എന്ത് ചെയ്തു? ഡു TR0 = 1 എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ടൈമർ. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്തു. ടൈമറിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് ആയി തുടങ്ങും TL0 TH0 വാല്യൂസ്. എന്നിട്ട് ആ വാല്യൂസ് TL0യുടെ വാല്യൂ എങ്ങോട്ടാണ് പോകേണ്ടത്? പോർട്ട് 1ലേക്കും TH0യിലെ വാല്യൂസ് പോർട്ട് 2ലേക്കും. അപ്പൊ പോർട്ട് 1ലേക്ക് TL0 വാല്യൂസ്, പോർട്ട് 2ലേക്ക് TH0 വാല്യൂസ് എഴുതി. എന്നിട്ട് ഇത് എത്ര നേരമാണ് ഇങ്ങനെ ഈ പെർഫോം ചെയ്യേണ്ടത്? എപ്പോഴൊക്കെ? ഈ P1ലേക്കും P2ലേക്കും വരേണ്ടത് എപ്പോഴാ? TF0യുടെ വാല്യൂ 0 ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഓവർഫ്ലോ സംഭവിച്ചില്ലെങ്കിൽ. എപ്പോ ഓവർഫ്ലോ സംഭവിക്കുന്നോ അന്നേരം ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യുക, ഓവർഫ്ലോ ഫ്ലാഗ് റീസെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ നേരത്തെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നേരത്തെ 8-ബിറ്റ് മോഡായിരുന്നു, ഇവിടെ 16-ബിറ്റ് മോഡാണ്. ടൈമർ 0 ടൈമർ 1 ആ വ്യത്യാസമുണ്ട്. പിന്നെ മോഡ് 1 ആയിരുന്നു ഇവിടെ, നേരത്തെ മോഡ് 2. അതായത് ഇവിടെ 16-ബിറ്റ് മോഡ്, അത് 8-ബിറ്റ് മോഡ്. അതുകൊണ്ട് തന്നെ അവിടെ TH എന്നുള്ള രജിസ്റ്ററിൽ മാത്രം ലോഡ് ചെയ്താൽ മതി. ഇവിടെ TL0യിലും TH0യിലും 0 ലോഡ് ചെയ്യണം. എന്നിട്ട് ഈ 2 രജിസ്റ്ററിലെയും സ്റ്റാറ്റസ് കാണണം. നമുക്ക് അപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാം, പോർട്ട് 1ലും പോർട്ട് 2ലുമായിട്ട്. പക്ഷെ ഇവിടെയാണെങ്കിൽ TL1 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോർട്ട് 1ൽ മാത്രമാണ് സ്റ്റാറ്റസ് കണ്ടത്.
അപ്പൊ നമ്മൾ കൗണ്ടർ പ്രോഗ്രാമിന്റെ 2-3 പ്രോഗ്രാം പഠിച്ചു, 2 മോഡും, മോഡ് 1 പഠിച്ചു, മോഡ് 2 പഠിച്ചു. അപ്പൊ ബേസിക്കലി ടൈമർ ബാർ കൗണ്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സ്റ്റാർട്ട് ടൈമർ, സെറ്റ് ബി TR0, എന്നിട്ട് അത് ഓവർഫ്ലോ നടന്നോ എന്ന് JNP വെച്ച് ചെക്ക് ചെയ്യും, എന്നിട്ട് ക്ലിയർ TR0, സ്റ്റോപ്പ് ടൈമർ, എന്നിട്ട് ക്ലിയർ TF0, ക്ലിയർ ദ ഓവർഫ്ലോ ബിറ്റ്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ടൈമർ പ്രോഗ്രാമിംഗിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ടൈമർ എന്ന് പറയുമ്പോൾ ടൈമർ 0, ടൈമർ 1 എന്ന് പറയുന്നത് ടൈമർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും, കൗണ്ടർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇതോടെ നമ്മൾ ALP എഴുതുന്നതും പഠിച്ചു, C പ്രോഗ്രാമിംഗ് എഴുതുന്നതും പഠിച്ചു. ഒരേപോലെ തന്നെയാണ്, കൺസെപ്റ്റ് ഒക്കെ സിമിലർ ആണ്. ഓക്കെ.